മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ശബരിമലയിലെ ദ്വാരപാലക സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പല കാര്യങ്ങളും അത് നേരത്തെ തന്നെ കളവാണ്, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലുണ്ട് എന്നൊക്കെ വിജിലൻസ് കണ്ടെത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങൾ പലയിടത്തും കൊണ്ടുപോയി സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി പലയിടത്തും പ്രദർശിപ്പിച്ച് പലരിൽ നിന്നും പണപ്പിരിവ് നടത്തി പലരിൽ നിന്നും പണം തട്ടിയെടുത്തു എന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത്, ചോദ്യം ചെയ്തത്. അപ്പോൾ അന്വേഷണങ്ങളോട്, ചോദ്യം ചെയ്യലുകളോട് ഏത് രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു മറുപടി? തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ദ്വാരപാലക ങ്ങളിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്തത്. ദേവസ്വം വിജിലൻസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എടുക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്നതാണ്. കാരണം ഇക്കാര്യത്തിൽ ഇദ്ദേഹം നൽകുന്ന, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടക്കം വിശദീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണമാണ് നടത്തി വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മാധ്യമങ്ങളോട് ഒട്ടും തന്നെ സഹകരിക്കാത്ത ഒരു മനോഭാവവും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇതിന് അന്വേഷണ സംഘത്തോട് താൻ പറയേണ്ടതൊക്കെയും പറയും, അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യാനായി എത്തുന്നത് എന്നുള്ളതാണ്. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഈ വേളയിൽ എല്ലാ കാര്യങ്ങളും തന്നെ പോലീസിന് മുമ്പാകെ പറഞ്ഞു. അതായത് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടി നൽകി എന്നതാണ്. തിരികെ പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മറുപടി എന്ന് പറയുന്നത്. അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മറുപടി അല്ലെങ്കിൽ പ്രതികരണം നടത്താനോ ഒന്നും തന്നെ തയ്യാറായില്ല. അദ്ദേഹം ഈ വിജിലൻസിന് മൊഴി നൽകി കൂടുതലൊന്നും മാധ്യമങ്ങളോട് പറയാനില്ല, അന്വേഷണ സംഘത്തോട് പറയും എന്ന മനോഭാവം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സമഗ്ര അന്വേഷണം നടത്താൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി കോടതിയെ സമീപിക്കുമെന്നും കഴിഞ്ഞ ദിവസം PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഒന്നും തന്നെ ഒളിക്കാനില്ല. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് മുതൽ ഉണ്ടായ കാര്യങ്ങളൊക്കെയും തന്നെ അന്വേഷിക്കണം എന്ന രീതിയിലുള്ള നീക്കത്തിലേക്ക് പോകുന്നത് തന്നെ അതിന് ഉദാഹരണമാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ പോലീസ് നീങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം വാസുദേവൻ നായരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഇക്കാര്യം ഏറ്റെടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് ഈ പീഠങ്ങൾ കാണാതെ അല്ലെങ്കിൽ പീഠങ്ങൾ സൂക്ഷിച്ചിരുന്നത് വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളൊക്കെയും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ അത് പ്രശ്നമാകുമെന്ന് കരുതിയാണ് ആദ്യം അറിയിക്കാതിരുന്നത്. പിന്നാലെയാണ് ഇക്കാര്യം താൻ അറിയിച്ചത്. ആ പീഠങ്ങളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് എന്നുള്ളതാണ്. കാണാതായി എന്ന് പറഞ്ഞ് പരാതി നൽകുകയും ശേഷം അത് പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഈ പോറ്റി പറഞ്ഞതിൽ ഉണ്ടായ വ്യത്യസ്തങ്ങൾ, അതായത് വൈരുദ്ധ്യങ്ങൾ തന്നെ അന്നേരം തന്നെ ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ളതും ഇവിടെ ചോദ്യമായി ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം വാസുദേവൻ നായരുടെ പേര് പോറ്റി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വാസുദേവൻ നായർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാസുദേവൻ നായരും മറ്റൊരു സ്പോൺസർഷിപ്പാണ് എന്നതാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. ശേഷം സ്പോൺസർമാരായ മറ്റു 2 പേരെ കൂടി ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ കണ്ടെത്തലും ഉണ്ടായിരുന്നു.
ഇത്തരത്തിൽ സ്വർണം പൂശാൻ വേണ്ടി ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെയും തന്നെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെമ്പാണ് തനിക്ക് തന്നത്, അത് ചെമ്പ് തന്നെയായിരുന്നു എന്ന വാദം ഉയർത്തി കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെയും തന്നെ പൊളിയുന്ന ഒരു ഘട്ടം കൂടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ളതും ഇവിടെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വിജിലൻസ് സംഘത്തിന് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവണതയും കൂടിയായിരിക്കും പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും ചോദ്യങ്ങൾക്കൊക്കെയും തന്നെ പോറ്റി ഉത്തരം പറഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതായത് പോറ്റി പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല എന്ന പ്രാഥമിക നിഗമനം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് വീണ്ടും പോറ്റിയെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ ഈ രേഖകളൊക്കെയും തന്നെ പരിശോധിച്ച് വരികയാണ്. 99 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തെ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പരിശോധിച്ച സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ദേവസ്വം ബോർഡും നീങ്ങുകയാണ്. വിനിഷ, പോറ്റി പറഞ്ഞ കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായും ഈ ദേവസ്വം വിജിലൻസ് വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. കാരണം പോറ്റിയുടെ വാക്കുകൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ചോദ്യം. ആദ്യം വാസുദേവൻ പോറ്റിയെ ഒളിപ്പിച്ചു വെക്കാനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് വാസുദേവൻ നായരുടെ പേര് പറയാതിരുന്നത് എന്ന് പോറ്റി പറയുന്നു. പിന്നീട് അത് തിരുത്തി പറയുന്നു. 4 കിലോ സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് കാണാതായത് എന്ന തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള പ്രസ്താവനകളിൽ അതിൽ തിരുത്തലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നു. ചെമ്പുപാളിയാണ് തനിക്ക് ലഭിച്ചത് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം അത് PS പ്രശാന്തിൻ്റെ പ്രസ്താവനയോടുകൂടി പൊളിയുന്നു. അപ്പോൾ മൊഴിവൈരുദ്ധ്യമാണ് ഇത്രയും സമയത്തിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞതും ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകിയ മൊഴികളിലുമുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരെ സംരക്ഷിക്കാനാണ് പോറ്റി ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ പറയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ ആരെ എന്നുള്ളതാണ് ചോദ്യം. മാനസ, അതുതന്നെയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഉയർന്നു വരുന്നത്. അത് ഈ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആസൂത്രണം അല്ലെങ്കിൽ നീക്കമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരുപക്ഷെ BJP-യും UDF-ഉം ഒരുപോലെയാണ്. CBI അന്വേഷണം മതി എന്ന് പറയുന്ന ഒരു സ്ഥിതി. പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ ചില നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് CBI അന്വേഷണം മതി എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിക്ക് വിടണം അല്ലെങ്കിൽ കോടതിക്ക് വിടണം എന്ന പരാമർശവുമായാണ് രംഗത്ത് എത്തുന്നുള്ളത് എന്നുള്ളതും പ്രധാനമായും കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന ഒരു ആരോപണം, അതോടൊപ്പം തന്നെ വിവാദം, ആ വിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ രാഷ്ട്രീയവും കലർത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതൃത്വം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പോറ്റി ആകെ പെട്ടിരിക്കുകയാണ് എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. കാരണം പോറ്റി ഒരു ദിവസം പറയുന്നത് അടുത്ത ആളുടെ മറുപടിയിൽ അത് പൊളിയുന്ന ഒരു സ്ഥിതിയാണ്. അതായത് കഴിഞ്ഞ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത പോറ്റി എല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ തലയിലിട്ട് ഊരുന്ന ഒരു സ്ഥിതിയായിരുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് വിശദമായ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിന് പിന്നാലെ പോറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ പൊളിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഒപ്പം തന്നെയാണ് ഇന്നലെ വീണ്ടും പോറ്റി ഇതേ രീതിയിൽ തന്നെ ദേവസ്വം ബോർഡിനും സർക്കാരിനും മേൽ പഴിചാരുമ്പോൾ അല്ലെങ്കിൽ വാസുദേവൻ നായരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതും പൊളിയുന്ന ഒരു ഘട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം വിളിപ്പിക്കുന്നതും പിന്നെ ഈ സ്വർണ്ണപാളിയുമായി സ്വർണം പൂശാനുള്ള ഈ ശില്പവുമായി
ഇദ്ദേഹം പലയിടങ്ങളിലും പോയി എന്നും അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ബാംഗ്ലൂരുവിൽ ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ഒരു ദിവസം ഇത് വെച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എവിടെയൊക്കെയാണോ കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. ആ കാര്യങ്ങളൊക്കെയും തന്നെ കിട്ടുന്നത് അനുസരിച്ച് ഇതിൽ കൂടുതൽ വ്യക്തത വരും എന്ന് തന്നെയാണ് കരുതുന്നത് വിനിഷ. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ജയറാമിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ഇത് പ്രദർശന വസ്തുവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളിൽ നിന്നും ഈ ശബരിമലയിലെ സാധനമാണ് അല്ലെങ്കിൽ ശബരിമലയിലെ വസ്തുവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അതിനോടുള്ള ആ ഒരു താല്പര്യത്തിനനുസരിച്ച് അത് സമ്മതിക്കുകയും ഇദ്ദേഹം അവരിൽ നിന്നും വൻ തുക തന്നെ ഈടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ ഉള്ള കണ്ടെത്തലിനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ തുക ഈടാക്കുന്നതോടൊപ്പം തന്നെ ഭൂമി ഇടപാടും ഇയാൾക്ക് ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അയാളുടെ വളർച്ചയ്ക്ക് പിന്നിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൈയുണ്ടോ, പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ശരി മാനസ, ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അവരുടെ സഹായികളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേവസ്വം വിജിലൻസ്. കൂടുതൽ സ്പോൺസർമാരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സഹായിയായ വാസുദേവൻ നായരെയും ഒക്കെ ചോദ്യം ചെയ്യാനിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് വലിയ പ്രശ്നമായിരിക്കുന്നത്. പറഞ്ഞതൊക്കെയും കള്ളത്തരമാണ്. ഓരോ തവണയും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വിനയാകുന്നത്. നല്ലവനായ ഉണ്ണി ഇമേജ് അത് എത്രത്തോളം കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുമെന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്.